Hi friends, welcome to Neethas Tasteland. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്. മുട്ടക്കറി പല വെറൈറ്റി മുട്ടക്കറികൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ ഉണ്ടാക്കുന്ന മുട്ടക്കറികളിൽ പല റെസിപ്പി ആയിട്ട് ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഞാനൊരു മുട്ടയുടെ റെസിപ്പി ഇടുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ രീതിയിൽ വറുത്തരച്ച മുട്ടക്കറിയാണ്. ഇതിവിടെ പണ്ട് അമ്മ ഉണ്ടാക്കിയിരുന്ന രീതിയാണ്. ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ മുട്ടക്കറിയുടെ റെസിപ്പി ഫോളോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളും നമ്മുടെ അമ്മമാരുടെയും അതുപോലെ തന്നെ മുത്തശ്ശിമാരുടെയൊക്കെ ആ ഒരു റെസിപ്പിയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. വലിയ ബുദ്ധിമുട്ടുകളില്ല, പക്ഷെ നമ്മൾ കുറച്ച് ടൈം ഉള്ളപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടി ചെയ്യുന്ന കറികൾ പോലെ ഇപ്പൊ നമ്മുടെ മറ്റുള്ള മുട്ടക്കറികളൊക്കെ ഉണ്ടല്ലോ, തേങ്ങാപ്പാൽ ഒഴിച്ച മുട്ടക്കറിയൊക്കെ ആണെങ്കിലും നമുക്ക് വേഗം ജോലി തീർക്കാം. അതുപോലെ തന്നെ മുട്ട കുറുമയാണെങ്കിലും വേഗം ജോലി തീർക്കാം. അങ്ങനെ പല മുട്ട റെസിപ്പീസും നമുക്ക് വേഗം ജോലി തീർക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് കേട്ടോ. അപ്പോൾ ടൈം ഉള്ളപ്പോൾ മാത്രം ഈ ഒരു മുട്ടക്കറി ചെയ്യാം. ടൈം ഇല്ലാത്തപ്പോൾ ഈ ഒരു മുട്ടക്കറി ഇതുണ്ടെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് ടൈം ഉള്ളപ്പോൾ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ മുട്ടക്കറി നമുക്ക് ചോറിന്റെ കൂടെ, പുട്ടിന്റെ കൂടെ, അപ്പത്തിന് എല്ലാത്തിന്റെയും കൂടെ നല്ല പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ്. പിന്നെ ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് പറയുന്ന അളവിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കും. ഇല്ല നമ്മളിപ്പോൾ കുറച്ച് വ്യത്യാസം വരുത്തുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റിൽ വ്യത്യാസം വരും. പിന്നെ എരിവിന്റെ കാര്യം മാത്രം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എരിവ് കൂടുതൽ വേണം എന്നുള്ള ആളുകൾ കൂടുതൽ ചേർക്കുക. ഞാനിപ്പോൾ സാധാരണ രീതിയിലുള്ള എരിവ്, പാകത്തിനുള്ള എരിവുള്ള രീതിയിലാണ് ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകുന്നത്. അതുമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ടക്കറി റെഡിയാക്കി എടുക്കാം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ വറുത്തരച്ച നാടൻ മുട്ടക്കറി റെഡിയാക്കാൻ നോക്കാം. നമുക്ക് നമ്മുടെ നാടൻ രീതിയിൽ മുട്ട വറുത്തരച്ച് വയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, പെരിഞ്ചീരകം പൊടിച്ചതെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തേങ്ങ ചിരവിയത്, കറിവേപ്പില, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഞാനിപ്പോൾ മുഴുവൻ കുരുമുളകാണ് എടുത്തേക്കുന്നത്. മുഴുവൻ കുരുമുളകാണ് എടുക്കുന്നതെങ്കിൽ 5 മുട്ടയ്ക്ക് 3/4 ടീസ്പൂൺ കുരുമുളക് എടുക്കുക. കുരുമുളക് പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 5 മുട്ടയ്ക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ആദ്യം നമുക്ക് നമ്മുടെ ഗ്രേവിയുടെ കാര്യങ്ങൾ റെഡിയാക്കാം. അതിനായിട്ട് ആദ്യം തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 4-5 ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കുരുമുളകാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് ചേർക്കുക. കുരുമുളക് പൊടിയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള പൊടികൾ ചേർക്കുമ്പോൾ ചേർത്താൽ മതി. ഇപ്പം ഞാൻ 3/4 ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 1 കപ്പ് തേങ്ങയാണ് നമ്മൾ 5 മുട്ടയ്ക്ക് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഈ ഒരു വലിപ്പത്തിൽ 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഈ തേങ്ങയുടെ കൂടെ തന്നെ ഫ്രൈ ചെയ്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഗ്രേവിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇനി ചേർക്കുന്നില്ല, ഈ തേങ്ങ അരയ്ക്കുമ്പോൾ ഉള്ളതേ ഉള്ളൂ. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തേങ്ങ ഫ്രൈ ചെയ്ത് തുടങ്ങുക. തേങ്ങ ഒരു ഹാഫ് കുക്ക് ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. നമ്മൾ ഈ തേങ്ങ വറുക്കുമ്പോൾ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും കടിക്കാൻ വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ചേർക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് ചേർക്കാൻ മറന്നുപോയി എന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കാം നമ്മൾ ഗ്രേവി റെഡിയാക്കുമ്പോൾ. അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചതിന് ശേഷം അല്ലെങ്കിൽ ഫൈനായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ സവോളയുടെ കൂടെ ചേർക്കാം. പക്ഷെ കൂടുതൽ ടേസ്റ്റ് നമ്മുടെ ഗ്രേവിയിൽ തന്നെ ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുക്ക് ചെയ്തിട്ട് ചേർക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ചേർക്കാൻ മറന്നുപോയി എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ ഏതാണെന്ന് വെച്ചാൽ ചേർക്കുക. ഇതിൽ ഇരുമ്പ് ചട്ടിയിലല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്തിട്ട് വേണം തേങ്ങ ഫ്രൈ ചെയ്യാനായിട്ട്. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാതിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ തേങ്ങ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അതുവരെ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാൻ പോവാണ്. തേങ്ങ നന്നായി ചൂടായി കഴിഞ്ഞു, അതുകൊണ്ടാണ് ഫ്ലെയിം കുറയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ തേങ്ങ കറക്റ്റായിട്ട് കുക്കായി വന്നു, ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയി കഴിഞ്ഞു. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് നമ്മുടെ പൊടികൾ കുക്കായി വരും. അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടി ഒന്ന് ചൂടായി കുക്കായി തുടങ്ങിയതിന് ശേഷം മാത്രം
ബാക്കിയുള്ള പൊടികൾ ചേർക്കാം. അപ്പോൾ കുരുമുളകല്ല, കുരുമുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ മുളക് പൊടി ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെക്കാം. ആദ്യമേ ചൂട് ചട്ടിയിലേക്ക് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ പൊടികൾ വേഗം തന്നെ കരിഞ്ഞു പോകും. ഇതിലേക്ക് നമ്മൾ ഗരം മസാലപ്പൊടി ഒന്നും ചേർക്കില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ രീതിയിൽ വറുത്തരച്ച മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഗരം മസാലപ്പൊടി ചേർക്കില്ല. ആകെ ചേർക്കുന്നത് പെരിഞ്ജീരകം പൊടിച്ചത് മാത്രമാണ്. പെരിഞ്ജീരകം മാത്രം മതി ഈ നാടൻ മുട്ടക്കറിയിൽ ചേർക്കുമ്പോൾ. മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ പെരിഞ്ജീരകം ചേർക്കില്ല, നമ്മൾ കറി ആക്കിയതിന് ശേഷം പെരിഞ്ജീരകം ആഡ് ചെയ്യുള്ളൂ. ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ തേങ്ങയുടെ ചൂട് മാറി വരുന്നത് വരെ തേങ്ങ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ തേങ്ങയുടെ ചൂട് മാറി വരുന്ന സമയത്ത് സവാളയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്ത് വയ്ക്കും. അതിനുശേഷം നമുക്ക് തേങ്ങയും അരച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. നമ്മൾ ഈ ഒരു കറി ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം. കുറച്ചധികം വെളിച്ചെണ്ണ ചേർക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടൻ കറികൾക്ക് വെളിച്ചെണ്ണ കൂടുതൽ ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ സോട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സവാള സോട്ടാകാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കില്ല. അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള ഒന്ന് കുക്കായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കുള്ളൂ. സവാള നന്നായിട്ടങ്ങ് വാടി വരണം കേട്ടോ, എന്നാലേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ നാടൻ കറി ആയതുകൊണ്ടാണ് വാടി വരണം എന്ന് ഞാൻ എടുത്തു പറഞ്ഞത്. ചില കറികളിൽ നമ്മൾ സവാള അധികം കുക്ക് ചെയ്യാറില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, പക്ഷെ കുറച്ചധികം സമയം നമ്മൾ കുക്കിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷേ ടൈം ഉള്ളപ്പോൾ മാത്രം ഇതുപോലെയുള്ള റെസിപ്പികൾ നമ്മൾ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ജോലി തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കറികളൊക്കെ ചെയ്തു വരാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിലൊന്നും തീരില്ല. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണിത്. ഇതവിടെ നേരത്തെ അമ്മയൊക്കെ എപ്പോഴും ചെയ്തിരുന്ന റെസിപ്പിയാണ്. അപ്പോൾ ആ ഒരു റെസിപ്പിയിൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയിൽ തന്നെ ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത്. ഇവിടെ അങ്ങനെയാണ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. അമ്മ അന്ന് കറി ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ നമ്മളിപ്പോൾ വേഗം സോട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കില്ലേ. പക്ഷേ ഈ സമയത്തല്ല അമ്മയൊക്കെ ഉപ്പ് ചേർത്തിരുന്നത്. നമ്മൾ തക്കാളിയും കൂടി ചേർത്തതിന് ശേഷമായിരുന്നു ഉപ്പ് ചേർത്തിരുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ചെയ്ത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇതിലേക്ക് നമുക്കിപ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കാം. 1 തണ്ട് കറിവേപ്പിലയാണ് ഇപ്പോൾ ചേർക്കുന്നത്. കറിവേപ്പില നമുക്ക് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങാപ്പാൽ മുട്ടക്കറി, അതുപോലെ തന്നെ തട്ടിക്കൂട്ട് മുട്ട ഫ്രൈ, മുട്ടക്കുറുമയൊക്കെ കാണാത്ത ആളുകൾ അതൊക്കെ കാണുക. അത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ഉണ്ട് അതിൽ. മുട്ടയുടെ തന്നെ പല പല റെസിപ്പീസായി നമ്മൾ ചെയ്യുന്നു. ഇതിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള റെസിപ്പിയാണ്. ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട റെസിപ്പിയാണെന്ന് മാത്രം. അപ്പോൾ ഈസി ആയിട്ടുള്ള മുട്ടയുടെ റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്ത ആളുകൾ കാണുക. അപ്പോൾ ഈ സവാളയിൽ നിന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ സവാള 10 മിനിറ്റായി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സവാളയുടെ കളറ് ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഞാനിപ്പോൾ ഒരു തക്കാളി ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, ചെറിയ പീസായിട്ട്. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ തേങ്ങ ഫ്രൈ ചെയ്യുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ചേർക്കാൻ മറന്നുപോയി എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് തക്കാളിയും ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായി സോഫ്റ്റ് ആയി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും നന്നായി കുക്കായി വന്നിട്ടുണ്ട്. തക്കാളി ഉടഞ്ഞു തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇത് കണ്ടോ, ഇതുപോലെയാണ് ഞാൻ അരച്ചെടുത്തത്. വെള്ളം ചേർത്ത് അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇതിലേക്ക് നമുക്കിനി വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ 1 ലിറ്റർ വെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കുറുകി വരണം. അതനുസരിച്ചാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. കറി കുറുകി വരുമ്പോഴേ വറുത്തരച്ച കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് 1 ലിറ്റർ വെള്ളം ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഫ്ലെയിം കൂട്ടി വയ്ക്കുക. ഗ്രേവി നന്നായിട്ട് തിളക്കട്ടെ. ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് മുട്ട കട്ട് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട അങ്ങനെ തന്നെ
ചേർക്കാം. മുട്ട ഒന്ന് കത്തി ഉപയോഗിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ ലൈൻസ് ഉണ്ടാക്കി കൊടുത്തിട്ട് ആ മുട്ടയുടെ ഉള്ളിലേക്ക് മസാല കയറാൻ പാകത്തിനാക്കി കൊടുക്കാം. അപ്പോൾ മുട്ട അങ്ങനെ തന്നെയാണ് ചേർക്കുന്നതെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ 2 ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം, 4 ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഞാനിപ്പോൾ 2 ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുട്ട കട്ട് ചെയ്യുന്ന വീഡിയോ നേരത്തെ നമ്മൾ എഗ് സ്റ്റൂ ഉണ്ടാക്കിയപ്പോൾ കാണിച്ചിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇവിടെ എപ്പോഴും മുട്ട കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അത് കാണണം എന്നുള്ള ആളുകൾ ആ എഗ് സ്റ്റൂ കാണുകയാണെങ്കിൽ എങ്ങനെയാണ് മുട്ട കട്ട് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചതിന് ശേഷം അടച്ചു വയ്ക്കാം. നന്നായി എണ്ണ തെളിഞ്ഞ് ഗ്രേവി കുറുകിയതിന് ശേഷം മാത്രമേ നമ്മളിനി മുട്ട ചേർക്കുള്ളൂ. അത്രയും സമയം ഇത് ലോ ഫ്ലെയിമിലിരുന്ന് വറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് കുറുകി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 15 മിനിറ്റ് വെച്ചിട്ടാണ് ഇതുപോലെ ആയി വന്നത് ഗ്രേവി. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം ഒരു 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ലിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം. അതുപോലെ തന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ മുട്ടക്കറിയുടെ ടേസ്റ്റും ഫ്ലേവറും കൂട്ടാൻ വേണ്ടിയിട്ട് പെരിഞ്ജീരകം പൊടിച്ചതാണ്. പെരിഞ്ജീരകം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടല്ല പൊടിച്ചെടുത്തിരിക്കുന്നത്. പെരിഞ്ജീരകം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർക്കും. ഇപ്പോൾ നമ്മൾ പെരിഞ്ജീരകം ചേർത്തത് എന്താണെന്ന് വെച്ചാൽ മുട്ട ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ മുട്ടയിലേക്ക് ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ പെരിഞ്ജീരകം ചേർത്തത്. ഇനിയിപ്പോൾ നമുക്ക് മുട്ട ഓരോന്നായിട്ട് നമ്മുടെ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയിലേക്ക് ആ ഗ്രേവി ഒന്ന് പിടിച്ചു വരുന്നത് വരെ നമ്മൾ വീണ്ടും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കും. ഇനിയിപ്പോൾ ഇത്ര സമയമൊന്നും വേണ്ട, ഒരു 3 മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിൽ നിന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വറുത്തരച്ച മുട്ടക്കറി റെഡിയാവും. അപ്പോൾ ഗരം മസാല ചേർക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഗരം മസാല ചേർക്കാം. ഇവിടെ ചെയ്യുമ്പോൾ ഗരം മസാല ചേർക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഗരം മസാല ചേർത്തിട്ടില്ല. പെരിഞ്ജീരകം മാത്രമേ ഇവിടെ ചേർക്കാറുള്ളൂ. ആ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ഗരം മസാല ആവശ്യമുള്ള ആളുകൾ മാത്രം ചേർക്കുക. ഗരം മസാല പൊടി ചേർക്കാതിരിക്കുകയാണെങ്കിലും ഈ കറിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്. നമ്മുടെ നാടൻ കറികൾക്ക് ആ നാടൻ രീതിയിൽ ചെയ്യുന്നതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി നന്നായിട്ടെങ്കിൽ ലൂസായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഒരു 3 മിനിറ്റ് മുന്നേ മുട്ട ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറുകി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ഈ ഒരു കറിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഉപയോഗിക്കാവുന്ന കറിയാണ്. അധിക സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില കറികൾ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇത് കറി റെഡിയാക്കിയതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാണ് നല്ലത്, അല്ലെങ്കിൽ ഇന്ന് റെഡിയാക്കിയിട്ട് നാളെ യൂസ് ചെയ്യണം നല്ലതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് അങ്ങനെയുള്ള കറിയല്ല. നമ്മുടെ നാടൻ കറികളിൽ പല റെസിപ്പീസ് നമുക്ക് ഉടനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ റെസിപ്പികളാണ്. അപ്പോൾ ഞാനിതിൽ തേങ്ങ ഫ്രൈ ചെയ്തപ്പോൾ എണ്ണ ചേർത്തിട്ടില്ല. ആദ്യം നമ്മൾ ആ സവാള സോട്ട് ചെയ്യാൻ ചേർത്ത എണ്ണ മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഈ തെളിഞ്ഞ് വരുന്നത്. അതിങ്ങനെ നമ്മൾ കുറച്ച് സമയം ഇട്ട് തിളപ്പിക്കുമ്പോൾ കറിയിൽ തനിയെ എണ്ണ തെളിഞ്ഞ് വന്നോളും. നമ്മൾ ചേർത്ത എണ്ണയും അതുപോലെ തന്നെ ആ തേങ്ങയിൽ നിന്നുള്ള എണ്ണയും എല്ലാം കൂടി ആയിട്ട് അതൊക്കെ തെളിഞ്ഞ് വരും. ഇപ്പോൾ നമ്മൾ മുട്ട ചേർത്തിട്ട് 3 മിനിറ്റ് ആയി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി പെരിഞ്ജീരകം പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറി. അപ്പോൾ എല്ലാവരും നമ്മുടെ നാടൻ രീതിയിൽ വറുത്തരച്ച മുട്ടക്കറി ഉണ്ടാക്കിയതിന് ശേഷം അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിച്ചു നോക്കുക. ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണിത്. ഇപ്പോൾ നമ്മൾ 10 മിനിറ്റിന് ശേഷം കറി തുറന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള കളറായി വരും. അതുപോലെ തന്നെ നന്നായിട്ട് എണ്ണയും തെളിഞ്ഞു വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ വെച്ചത്. ഇനിയിപ്പോൾ നമുക്ക് കറി പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുരുമുളക് അരച്ചാണ് ചേർത്തത്. കുരുമുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അത്രയും എരിവുണ്ടാവില്ല. അപ്പോൾ കൂടുതൽ എരിവ് വേണം, കൂടുതൽ ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ കുരുമുളക് അരച്ച് തന്നെ ചേർക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു കറി ഉണ്ടാക്കി ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കുക. അപ്പോൾ അപ്പത്തിൻ്റെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ട്, ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയും എല്ലാ റെസിപ്പികളും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.